കണ്ഠരരു രാജീവും കണ്ഠരരു മോഹനരും ഈ ചതി ചെയ്യുമെന്ന് ഹിന്ദു സമാജവും സനാതനധർമ്മ വിശ്വാസികളും ഒരിക്കലും വിശ്വസിച്ചില്ല. നിങ്ങൾ എന്ത് ചതിയാണ് ഈ സമൂഹത്തോട് ചെയ്തത്? പക്ഷേ ആ ചതിയിൽ നിങ്ങൾ തിരഞ്ഞെടുത്തതും ഒരു ബ്രാഹ്മണനെയാണല്ലോ, ഒരു പോറ്റിയാണല്ലോ. നിങ്ങൾ എന്തേ ഒരു പോറ്റി വിഭാഗത്തിൽപ്പെടാത്ത വേറൊരാളിനെ തിരഞ്ഞെടുക്കാത്തത്? അപ്പോൾ ചോദിക്കും, പോറ്റി വിഭാഗക്കാരെല്ലാം മിടുക്കരാണോ? നല്ല, മറ്റൊരാളിനെ എടുക്കുന്ന എന്തിന് എന്നൊരു ചോദ്യമുണ്ട്. പോറ്റിയുടെ വിഭാഗം അല്ലെങ്കിൽ തിരുമേനി, പോറ്റി, ബ്രാഹ്മണ വിഭാഗം ദൈവത്തിൻ്റെ അടുത്ത് നിൽക്കുന്നവരെന്നല്ലേ പറയുന്നത്? നിങ്ങളെ വിശ്വസിച്ചിട്ടല്ലേ കോടിക്കണക്കിന് രൂപയുടെ കാണിക്കയും ദക്ഷിണയും എല്ലൊക്കെ ഭണ്ഡാരത്തിൽ കൊണ്ട് തള്ളുന്നത്, ആളുകൾ ഇടുന്നത്? അപ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ അടുത്ത്, നിങ്ങൾ ഇപ്പോഴും ചന്ദനവും ഭസ്മവും ഒക്കെ എറിഞ്ഞു കൊടുക്കും പോലെയല്ലേ പലരും കൊടുക്കുന്നത്? ചിലരൊക്കെ കാലം മാറി കയ്യിൽ കൊടുക്കുന്ന രൂപത്തിൽ കൊടുക്കും. എന്തായാലും തൊട്ട് കൊടുക്കാറില്ലല്ലോ, തൊടാറില്ലല്ലോ. അത്ര പവിത്രമായി നിങ്ങളെ വിളിക്കുന്ന തിരുമേനി എന്നാണ്. തിരുമേനി എന്നാണ്. നല്ല ശരീരം ഉള്ളവൻ എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ പരിശുദ്ധി സൂക്ഷിക്കുന്നവൻ. അതിനേക്കാൾ തിരുമനസ്, നല്ല മനസ്സ് സൂക്ഷിക്കുന്ന ആൾ. അപ്പോൾ തിരുമനസ്സും തിരുമേനിയൊക്കെ ആയിട്ടുള്ള നിങ്ങൾ എന്താണ് ചെയ്തിരിക്കുന്നത്? പത്മകുമാറിൻ്റെ മൊഴി പുറത്ത് വന്നിട്ടുണ്ട്, വന്നുകൊണ്ടേയിരിക്കുന്നു. സുഭാഷിതം ചാനൽ ആദ്യമായി പറഞ്ഞു തന്ത്രി പെടുമെന്ന്, തന്ത്രി അറസ്റ്റിലാകുമെന്ന്. അപ്പോൾ പലരും ഞങ്ങളോട് വിളിച്ച് ചോദിച്ചു, ഇത് ശരിയാണോ? തന്ത്രിക്ക് അറസ്റ്റിലാകാനുള്ള സ്കോപ്പുണ്ടോ? സ്കോപ്പുണ്ട് എന്നാണ് പത്മകുമാർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. കടകംപള്ളി സുരേന്ദ്രൻ പെടുമോ? പെടും എന്ന് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത്. ഇതാ കടകംപള്ളി സുരേന്ദ്രനെ കുറിച്ചും പറഞ്ഞിരിക്കുന്നു. അപ്പോൾ രണ്ട് ദൈവങ്ങളെക്കുറിച്ചും പറഞ്ഞു. വിശ്വാസി സമൂഹത്തിൻ്റെ ദൈവമാണ് കണ്ഠരരു കുടുംബവും അതുമായി ബന്ധപ്പെട്ട ആളുകൾ. കാര്യം ആ തന്ത്രിയാണ്, വളരെ പ്രധാനപ്പെട്ട ആളാണ്. ദൈവം കഴിഞ്ഞാൽ അടുത്തത് പൂജാരി അല്ല, തന്ത്രിയാണ്. അത് കഴിഞ്ഞാണ് പിന്നെ പൂജാരി മറ്റു ആളുകളൊക്കെ വരുന്നത്. ആ ഹൈറാർക്കിയിൽ തന്ത്രിയാണ് ഏറ്റവും വലിയ. എന്തു ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന തന്ത്രിയാണ്. ആ തന്ത്രിയുടെ ബിനാമിയാണ്, നോമിനിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നും അതുകൊണ്ടാണ് വിശ്വസിച്ചതെന്നും നമ്മുടെ ഇദ്ദേഹം പറയുമ്പോൾ, പത്മകുമാർ പറയുമ്പോൾ അതൊരു വല്ലാത്ത മൊഴിയാണ്. അപ്പോൾ രാജീവ് കണ്ഠരരുവിനെ അടിയന്തരമായിട്ട് അവിടുന്ന് തന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റുകയും അവിടെ പ്രായച്ചിത്തം ചെയ്യുന്നതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. രണ്ടാമത്തെ സ്ട്രീമിലുള്ള ദൈവം, അപ്പോൾ ഇത് ആത്മീയ സ്ട്രീമിലുള്ള ദൈവമാണ് ഈ പറഞ്ഞ തന്ത്രി. രണ്ടാമത്തെ സ്ട്രീമിലുള്ള ദൈവമാണ് കടകംപള്ളി സുരേന്ദ്രനും വാസവനും. മൂന്നാമത്തെ ഒരു സ്ട്രീമിലെ ദൈവമുണ്ട്. 3 സ്ട്രീമുണ്ട് ഇതിനകത്ത്. മൂന്നാമത്തെ സ്ട്രീമിലെ ദൈവമാണ് സ്വർണം വാങ്ങിയിരിക്കുന്ന, സ്വർണത്തിൻ്റെ പൂജകൾ ചെയ്തിരിക്കുന്ന, കട്ടളപ്പടി കൊണ്ട് വെച്ച് പൂജകൾ ചെയ്തിരിക്കുന്ന സെലിബ്രിറ്റികൾ, ജയറാം അടക്കമുള്ള സെലിബ്രിറ്റികൾ. 3 സ്ട്രീമിലെ ദൈവങ്ങളുണ്ട്. പത്മകുമാർ പറഞ്ഞതനുസരിച്ച്, പത്മകുമാറിൻ്റെ മൊഴി ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പത്മകുമാറിൻ്റെ മൊഴി അനുസരിച്ച് 3 സ്ട്രീമിലെ ദൈവതുല്യരായിട്ടുള്ളവരുണ്ട്. ദേവതുല്യരായിട്ട് മനുഷ്യർ കാണുന്ന, നമ്മളൊക്കെ വിശ്വസിക്കുന്ന 3 സ്ട്രീമിലെ ആളുകളെ കുറിച്ചാണ് പറയുന്നത്. ഒന്ന് തന്ത്രിയാണ് ഏറ്റവും വലിയ തന്ത്രം മെനഞ്ഞിരിക്കുന്നത്. ശബരിമലയിലെ ഏറ്റവും വലിയ തന്ത്രം മെനഞ്ഞിരിക്കുന്നത് തന്ത്രിയാണ്. രാജീവ് കണ്ഠരരു എന്ന് പറയുന്ന തന്ത്രി അറസ്റ്റിൽ എന്നൊരു വീഡിയോ ഞങ്ങൾ ചെയ്തായിരുന്നു. വലിയ റീച്ചുണ്ടായ വീഡിയോ ആണ്. ഞങ്ങളുടെ ഉള്ളിൽ പറയുന്നതാണ് ഞങ്ങൾ ചെയ്യുന്നത്. അല്ല ഞങ്ങൾക്ക് ആരോടും, കണ്ഠരരുവിനോടോ മന്ത്രിമാരോടോ പത്മകുമാറിനോടോ വാസുവിനോടോ ഈ കട്ടുമുടിച്ച ഒരു കാട്ടുകള്ളന്മാരോടും നമുക്ക് ഒരു മമതയുമില്ല, സ്നേഹവുമില്ല. നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ വെച്ച് അനലറ്റിക്കലായി നമ്മൾ കാര്യങ്ങൾ പറയുന്നു, അനലൈസ് ചെയ്ത് പറയുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഒക്ടോബറിൽ അറസ്റ്റ് ചെയ്യുന്ന മുതലുള്ള നാൾ വഴി പരിശോധിക്കുമ്പോൾ, ഉണ്ണികൃഷ്ണൻ പോറ്റി, മുരാരി ബാബു, അതുപോലെ അടുത്ത സുധീർ ബാബു, ബൈജു, ഷാജി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ജയശ്രീ എന്നൊക്കെ പറഞ്ഞ് ആ ഹൈറാർക്കിയൽ റിലേഷൻ പരിശോധിക്കുമ്പോൾ, നമ്മൾ സർക്കാരിലൊക്കെ വർക്ക് ചെയ്തിരുന്ന ആളുകൾ എന്നുള്ള നിലയിൽ ഇതിൻ്റെ ഒരു ഹൈറാർക്കിയൽ ശ്രേണീബന്ധം നോക്കുമ്പോൾ, ശ്രേണീബദ്ധമായിട്ടുള്ള കാര്യങ്ങളെ അനലൈസ് ചെയ്യുമ്പോൾ തന്ത്രിയിലെത്തും. അങ്ങനെ തന്ത്രിയിലെത്തിയപ്പോൾ ഒന്നാമൻ തന്ത്രിയാണെന്ന നിലയിലേക്ക് വരുന്നു. വാസുവിൻ്റെ ബിനാമിയല്ല, പത്മകുമാറിൻ്റെ ബിനാമിയല്ല, തന്ത്രിയുടെ ബിനാമിയാണ്. അപ്പോൾ അടുത്ത ചോദ്യം, കീച്ചംപറമ്പിൽ, പത്മകുമാറിൻ്റെ കീച്ചംപറമ്പിൽ വീട്ടിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി താമസിച്ച് 30 കോടിയുടെ റിയൽ എസ്റ്റേറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ, അത് കൊല്ലത്തും പത്തനംതിട്ടയും തിരുവനന്തപുരത്തും നടത്തിയിട്ടുണ്ടെങ്കിൽ, തന്ത്രിയുടെ വീട്ടിൽ എത്ര ദിവസം ഉണ്ണികൃഷ്ണൻ പോറ്റി താമസിച്ചു? അവിടെ റെയ്ഡ് ചെയ്യണം.
താഴമൻ മഠത്തിലെ ഇല്ലം റെയ്ഡ് ചെയ്യണം. വളരെ ഉത്തരവാദിത്വത്തോടെയാണ് ഇത് പറയുന്നത്. സ്വാമിയുടെ ഗുരു രാജീവ് കണ്ഠരര് രാജീവിന്റെ വീട്ടിൽ നിലവറയുണ്ടോ? വാജീവാഹനം എവിടെയാണ് കൊണ്ടുവച്ചത്? സ്വർണ്ണ നിലവറയുണ്ടോ? താഴ്മൻ കുടുംബത്തിന്റെ സ്വർണ്ണ നിലവറ പരിശോധിച്ച് കഴിയൂ. ഒരു കാരണവശാലും വിശ്വാസി സമൂഹം ഇത് വിടരുത്. ഇവിടെ വളരെ ഗൗരവമാണ്. വക്കീൽ തെറ്റ് ചെയ്താൽ ഇരട്ടി ശിക്ഷയാണ്, ജഡ്ജി ചെയ്താൽ 3 ഇരട്ടി ശിക്ഷയാണ്. കാരണം എല്ലാം അറിയാമെന്നുള്ള, നിയമത്തിന്റെ എല്ലാ വശങ്ങളും അറിയാമെന്നുള്ള ആളാണ് ജഡ്ജി. അദ്ദേഹം തെറ്റ് ചെയ്താൽ വലിയ ശിക്ഷയാണ് പോകുന്നത്. കോടതിയിൽ നിന്ന് ഒരു ഇതും കിട്ടില്ല, ഒരു കാരുണ്യവും കിട്ടില്ല. അതുപോലെ തന്ത്രി തെറ്റ് ചെയ്താൽ, പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ കാര്യത്തിൽ തന്ത്രി തെറ്റ് ചെയ്താൽ പൊറുക്കാവുന്നതല്ല. എന്തേ ഹിന്ദു സമാജം കേരളത്തിൽ, ഹിന്ദുക്കൾ ഇപ്പോഴും വെറുതെ ഇരിക്കുന്നു? NSSനും SNDPക്കും ഹിന്ദു ഐക്യവേദിക്കും അടക്കമുള്ളവർക്കും വിശ്വഹിന്ദു പരിഷത്തിനുമൊക്കെ ഒന്നുകിൽ നിങ്ങളിൽപ്പെട്ട ആർക്കെങ്കിലും സ്വർണം കിട്ടിയോ? അതോ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും ഇതിനകത്ത് ചെന്നുപെട്ടിട്ടുണ്ടോ? എന്താണ് നിങ്ങളുടെ മൗനം? നിങ്ങൾ നാമജപ ഘോഷയാത്ര നടത്തി, അതും കുറേ അമ്മമാർ, പാവപ്പെട്ട അമ്മമാർ എരുമേലിയിൽ നടത്തിയപ്പോഴാണ് നിങ്ങൾ പിറകെ പോയി നടത്തിയത്. മുമ്പേ നിങ്ങൾ പോയവരല്ല. ശബരിമല അയ്യപ്പന്റെ കാര്യത്തിൽ നിങ്ങൾക്കൊരു അവകാശവുമില്ല എന്ന് പറയേണ്ടി വരും. ഇവിടുത്തെ വിശ്വഹിന്ദു പരിഷത്തിനും ഹിന്ദു ഐക്യവേദിക്കും ഉത്തരവാദിത്വത്തോടുകൂടി പറയട്ടെ. KP ശശികല ടീച്ചറടക്കമുള്ള ആളുകളും RV ബാബു ഒക്കെ ചാനലിൽ വന്നിരുന്ന് മെഴുകി എടുക്കും. പിന്നെ ആളുകളെ കിട്ടിയാൽ, മൈക്ക് കിട്ടിയാൽ ധാരാളമായി മുസ്ലിം വിരോധവും ക്രിസ്ത്യൻ വിരോധവും ഒക്കെ കുത്തിവെച്ച് അങ്ങ് നിറച്ചു പോകും. പക്ഷെ ശബരിമല അയ്യപ്പൻ്റെ അവിടെ ആചാര ലംഘനം നടക്കുന്നു, അവിടെ സ്ത്രീകളെ കയറ്റുന്നതുമായി ബന്ധപ്പെട്ട വിഷയം വന്നപ്പോൾ ആദ്യം പ്രതികരിച്ചത് കുറച്ച് പാവപ്പെട്ട സ്ത്രീകളാണ്. ആ വിഷ്വൽസ് എടുത്ത് നോക്കണം. എരുമേലിയിലും പമ്പയിലും കാറും ബസ്സും ഒക്കെ തടയുന്നത് വളരെ സാധാരണ ജനങ്ങളാണ്, ഭക്തരാണ്. അതിനുശേഷമാണ് പന്തളം കൊട്ടാരം വരുന്നത്, അതിനുശേഷമാണ് ഹിന്ദു ഐക്യവേദി വരുന്നത്, വിശ്വഹിന്ദു പരിഷത്ത് വരുന്നത്, പിന്നെയാണ് RSS BJP വന്ന് കോൺഗ്രസ് വന്ന്, ഇങ്ങനെയാണ് അതിൻ്റെ ഹയറാർക്കി പോയത്. നിങ്ങൾ എവിടെയാണ്? ഉറങ്ങുകയാണോ? ഒരു തന്ത്രി കുടുംബം കോടികളെ വഞ്ചിച്ചിരിക്കുകയാണ്, ജനകോടികളെ വഞ്ചിച്ചിരിക്കുകയാണ്. നിങ്ങൾക്കറിയാവോ, അവിടെ വിശ്വാസികൾ വന്നാൽ അവർ കാണിക്ക ഇടുന്നത് പോലെ തന്നെ കാശുള്ളവരാണെങ്കിൽ, കാശ് കുറഞ്ഞവരാണെങ്കിൽ കാണിക്ക മാത്രമേ ഇടൂ, കാശുള്ളവരാണെങ്കിൽ തന്ത്രിക്കും പൈസ കൊടുക്കും, ദക്ഷിണ കൊടുക്കും. തന്ത്രിയെ ദൈവതുല്യമായിട്ട് കാല് തൊട്ട് തൊഴും. ചിലപ്പോൾ അടുത്ത് തൊഴാൻ സമ്മതിക്കില്ല, കാലിൽ തൊടാൻ സമ്മതിക്കത്തില്ല, പക്ഷെ കുനിഞ്ഞ് തൊഴും. അത്ര ദൈവതുല്യമായ, ദേവതുല്യന്മായി കൽപ്പിച്ചിരിക്കുന്ന തന്ത്രിമാർ ഇത് ചെയ്തു എന്ന് കേൾക്കുമ്പോൾ പത്മകുമാറിൻ്റെ മൊഴി കേട്ടിട്ട് മലയാളി സമൂഹം ഉറങ്ങുന്നല്ലോ. ഉദ്ദിഷ്ടത, ജാഗ്രത. നിങ്ങൾ എന്നാണ് ഇനി ഉയർന്നു വരുന്നത്? ഒരു കാരണവശാലും ഈ കൊള്ള അവസാനിപ്പിക്കാൻ പാടില്ല. കോടതിയുടെ പണി ചെയ്യട്ടെ, SIT SIയുടെ പണി ചെയ്യട്ടെ. ഹിന്ദു സമാജമേ, നിങ്ങളുടെ പണി ചെയ്യണം. അടിയന്തരമായി അതിനുള്ള പരിപാടികൾ ആരംഭിക്കണം. അത് കേവലം രാഷ്ട്രീയമായ ഗുണം കിട്ടുമോ എന്ന് നോക്കി ഇറങ്ങുന്നതല്ല. അതിനപ്പുറമുള്ള വളരെ ഗൗരവതരത്തിലുള്ള ഇടപെടൽ ആവശ്യമുണ്ട്. തന്ത്രിയുടെയും മന്ത്രിയുടെയും ഒക്കെ ഇടപെടലിനെ കുറിച്ച് വളരെ കൃത്യമായി കടകംപള്ളി നമ്മുടെ പത്മകുമാർ മൊഴി കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. പത്മകുമാർ 2 കാര്യം നേരത്തെ പറഞ്ഞു. ഒന്ന്, നിങ്ങളെല്ലാവരും ദൈവം പോലെ കരുതുന്നവർ ഇതിനകത്തുണ്ട്, ദൈവതുല്യരായിട്ട്. രണ്ടാമത് അദ്ദേഹം പറഞ്ഞു, എന്നെ മാത്രം ഒറ്റി കൊടുക്കണ്ട, ഞാൻ മാത്രമല്ല പ്രതി എന്ന് പത്മകുമാർ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇതാ പത്മകുമാർ അദ്ദേഹത്തിൻ്റെ മനസ്സ് തുറന്നിരിക്കുന്നു. അദ്ദേഹത്തിന് ബ്രെയിൻ മാപ്പിംഗ് നടത്തണം, നുണ പരിശോധന നടത്തണം. ഈ ചേട്ടന്മാരുടെ എല്ലാം നുണ പരിശോധന നടത്തണം, ബ്രെയിൻ മാപ്പിംഗ് നടത്തണം, കംപ്ലീറ്റ് അക്കൗണ്ടുകൾ പരിശോധിക്കണം, പോയ സ്ഥലങ്ങൾ പരിശോധിക്കണം, നടത്തിയ മീറ്റിങ്ങുകൾ പരിശോധിക്കണം, ശബരിമലയിലെ ഓഫീസ് പരിശോധിക്കണം, അവരുടെ വീടുകൾ പരിശോധിക്കണം, അവരുടെ ബാങ്ക് അക്കൗണ്ട് പരിശോധിക്കണം. മുഴുവൻ പരിശോധിക്കുന്ന സമഗ്രമായ ഒരു അന്വേഷണം നടത്താൻ CBI വരുമോ? ഇതാണ് ഹിന്ദു സമൂഹത്തിന് അറിയേണ്ടത്. അതോ ഇന്റർപോൾ വരേണ്ടതുണ്ടോ? മറ്റ് രാജ്യങ്ങളിലേക്ക് ഇത് പോയിട്ടുണ്ട്, അതുകൊണ്ട് ഇന്റർപോൾ വരേണ്ടതുണ്ടോ? ഗൗരവമായി പറയുക. നമ്മൾ ശബരിമല വിഷയം സുഭാഷിതം ചാനൽ വളരെ ഗൗരവമായിട്ടാണ് ഈ വിഷയം ഓരോന്നോരോന്നായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. ഭാഗ്യമെന്ന് പറയുന്നത് കേരളത്തിലെ തന്ത്രിമാരും ആചാര്യ സമൂഹവും യോഗക്ഷേമ സഭയും പോറ്റിമാരും നമ്പൂതിരിമാരും ബ്രാഹ്മണരുമാണ് സുഭാഷിതം ചാനലിൽ ഏറ്റവും കൂടുതൽ കാണുന്നതും അവരുടെ സപ്പോർട്ടുമുണ്ട്. അത് ഞാൻ ജാതി പറഞ്ഞതല്ല, അവരുടെ ഹൃദയം വേദനിക്കുന്നുണ്ട്. ശരിക്കും പൂജ നടത്തുന്ന പോറ്റിക്ക്, അമ്പലത്തിലെ
അമ്പലത്തിലെ പാൽപ്പായസം പറയാനല്ല, പാൽപ്പായസം ഒന്നും വെക്കുന്നില്ല, നെയ്ച്ചോറും പായസവും അമ്പലത്തിൽ വയ്ക്കുന്ന പച്ചരിച്ചോറും മാത്രം കഴിച്ച് അമ്പല പൂജ നടത്തുന്ന ആയിരക്കണക്കിന് അമ്പലവാസികൾ കൂടി ഉണ്ട് ഇവിടെ. അത് നിങ്ങൾ മനസ്സിലാക്കുക. എല്ലാ അമ്പലത്തിലും ശബരിമല പോലെ പണമില്ല, എന്നിട്ടും ദേവൻ്റെ ഒരു രൂപ പോലും കക്കാതെ, ദേവന് കൊടുക്കേണ്ടത് നിവേദ്യമായത്തിൽ ഒരു അർഹതപ്പെട്ടത് പോലും അധികം പോലും എടുക്കാതെ, നിവേദ്യ പായസത്തിൽ തനിക്ക് അർഹപ്പെട്ടതിൻ്റെ അധികം പോലും എടുക്കാതെ വീട്ടിൽ പോലും കൊണ്ടുപോകാത്ത ഒരുപാട് പോറ്റിമാരെ എനിക്കറിയാം. വീട്ടിൽ പട്ടിണിയായപ്പോഴും അമ്പലത്തിലെ പടച്ചോറ് കൊണ്ടു ചെല്ലാത്തതെന്ന് വീട്ടുകാർ ചോദിച്ചപ്പോൾ അത് ദേവനുള്ളതാണ്, എനിക്കുള്ളത് ഞാൻ എടുത്തു, വീട്ടുകാർക്കുള്ളത് എടുക്കാൻ വകുപ്പില്ല എന്ന് പറഞ്ഞ പോറ്റിമാരെ വരെ എനിക്കറിയാം, എനിക്ക് വ്യക്തിപരമായി അറിയാം. അങ്ങനെ ചെയ്യുന്ന ഈ സമൂഹത്തിൽ കള്ളത്തനവും കൊള്ളത്തനവും കാണിച്ചിരിക്കുന്ന തന്ത്രി മുതൽ മന്ത്രി വരെയുള്ള ദൈവതുല്യരെ നിങ്ങൾ അടിയന്തിരമായി പ്രായശ്ചിത്തം ചെയ്യണം ശബരിമലയിൽ പോയി. അതാണ് പ്രധാനം. ബാക്കി കേസൊക്കെ അതിൻ്റെ വഴിക്ക് വരട്ടെ, അത് അതിൻ്റെ രീതിയിൽ തീർക്കാം. പക്ഷേ ഇത് നിങ്ങൾ പണമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല വക്കീലിനെ വെച്ച് കോടതിയിൽ നിന്ന് ഇറങ്ങാൻ പറ്റും, അല്ലെങ്കിൽ ജയിലിൽ പോകാതിരിക്കാൻ പറ്റും. പക്ഷേ ഇത് നിങ്ങൾക്ക് ഒരു കാരണവശാലും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അയ്യപ്പൻ എല്ലാം കാണുന്നുണ്ട്.